ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേര് തടസ്സങ്ങളെ അതിജീവിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ഏകദേശം എൻ്റെ ജീവിതത്തോട് തന്നെ സാമ്യമുള്ള ഒരു കൊച്ചു കഥയാണിത്. ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ. പഠനത്തിൽ മിടുക്കിയായിരുന്നെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് എൻ്റെ പല്ലുകൾ കുറച്ച് ഉന്തിയതായിരുന്നു. അതുകൊണ്ട് തന്നെ കൂട്ടുകാർ പലപ്പോഴും എന്നെ കളിയാക്കുമായിരുന്നു. അവരുടെ പരിഹാസങ്ങളും പൊട്ടിച്ചിരികളും ഒക്കെ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അതുപോലെ തന്നെ ബന്ധുക്കളിൽ പലരും എന്നെ കളിയാക്കുമായിരുന്നു. ചിലപ്പോൾ സ്കൂളിൽ പോകാൻ പോലും തോന്നിയിരുന്നില്ല. എന്നാൽ ഞാൻ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. എൻ്റെ സ്വപ്നം ടീച്ചറാവുക എന്നതായിരുന്നു. ആ സ്വപ്നം എന്നെ മുന്നോട്ട് നയിച്ചു. ഞാൻ കൂടുതൽ കഠിനാധ്വാനം ചെയ്തു, പുസ്തകങ്ങൾ വായിച്ചു, നന്നായി പഠിച്ചു. കളിയാക്കുന്നവരെ ഞാൻ ശ്രദ്ധിച്ചില്ല. എൻ്റെ ലക്ഷ്യത്തിൽ മാത്രമായിരുന്നു എൻ്റെ ശ്രദ്ധ. പരീക്ഷകൾ അടുത്ത് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ പേടിയുണ്ടായിരുന്നു. കൂട്ടുകാരുടെ കളിയാക്കലുകളൊക്കെ ഓർമ്മ വന്നു. പക്ഷേ ഞാൻ ധൈര്യം സംഭരിച്ചു. പരീക്ഷ എഴുതി. ഫലം വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിരുന്നു. ഞാൻ എല്ലാ വിഷയത്തിലും മികച്ച വിജയം നേടിയിരുന്നു. അതിനുശേഷം ഞാൻ കൂടുതൽ ആത്മവിശ്വാസം നേടി. എൻ്റെ കഴിവുകൾ ഞാൻ തിരിച്ചറിഞ്ഞു. നാണക്കേട് കാരണം ഒതുങ്ങിക്കൂടിയിരുന്ന ഞാൻ പതിയെ പുറത്തേക്ക് വന്നു. ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി, കഥകൾ പറയാൻ തുടങ്ങി, പാട്ടുകൾ പാടാൻ തുടങ്ങി, കഥകൾ എഴുതാൻ തുടങ്ങി. അങ്ങനെ പല പല പരിപാടികളിലും പങ്കെടുത്തു. പല മത്സരങ്ങളിലും സമ്മാനങ്ങൾ നേടി. ഇന്ന് ഞാനൊരു ടീച്ചറാണ്. എൻ്റെ ജീവിതം ഒരുപാട് മാറിയിരിക്കുന്നു. കളിയാക്കിയവർ ഇന്ന് എന്നെ ബഹുമാനിക്കുന്നു. ഞാൻ എൻ്റെ കഥ മറ്റുള്ളവർക്ക് പ്രചോദനമായി പങ്കുവയ്ക്കുന്നു. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: തടസ്സങ്ങൾ ഉണ്ടാവാം, പക്ഷേ നമ്മൾ തോറ്റുകൊടുക്കരുത്. നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരുക, കഠിനാധ്വാനം ചെയ്യുക, സ്വയം വിശ്വസിക്കുക, നമ്മുടെ കഴിവുകൾ കണ്ടെത്തുക, അത് പുറത്തേക്ക് കൊണ്ടുവരിക. ഈ മോട്ടിവേഷൻ സ്റ്റോറി നിങ്ങൾക്ക് പ്രചോദനം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ കൂടുതൽ പ്രചോദനത്തോടു കൂടി നല്ല രീതിയിൽ ജീവിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. താങ്ക്